Good evening all. KSന്റെ ഫസ്റ്റ് സെഷൻ ഓൺലൈൻ ആയിട്ടുള്ള സെഷൻ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഇന്ത്യൻ പൊളിറ്റി ആണ് നമ്മൾ ആദ്യത്തെ സെഷൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. സർ ഓഡിബിൾ അല്ലേ? അതെ അതെ ഓഡിബിൾ ആണ്. ഓക്കെ സർ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. ആരുടെയോ മൈക്ക് അൺമ്യൂട്ട് ആണെന്ന് തോന്നുന്നു, ജസ്റ്റ് ഒന്ന് നോക്കണേ. ഓക്കെ, എന്റെ മൈക്ക് അൺമ്യൂട്ട് ആയി കിടക്കുകയാണ്. ചെറിയൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ഐ തിങ്ക് ആക്ച്വലി ലൈക്ക് പ്രശാന്ത് സർ. ഓക്കെ ഫൈൻ. ഓക്കെ ഓക്കെ ഗ്രേറ്റ്. സോ KS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. നിങ്ങൾ എന്തായാലും KS നേരത്തെ എഴുതിയിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ KSന്റെ വിവിധമായിട്ടുള്ള തരത്തിലുള്ള ഓറിയന്റേഷൻ സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരുണ്ടാവും. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഓറിയന്റേഷനോ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ സ്ട്രൈറ്റ് അവേ നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാമെന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. എങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ KSന്റെ പ്രിലിംസ് ക്ലിയർ ചെയ്തിരുന്നു, മെയിൻസ് അറ്റൻഡ് ചെയ്തിരുന്നു. ഒരു ഇന്റർവ്യൂ കോൾ 2.5 മാർക്കിന്റെ ഇതിലാണ് നഷ്ടപ്പെട്ടു പോയത്. അതുപോലെ തന്നെ ഒരു 3 വട്ടം സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂ, UPSC സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മളുടെ ഇന്റലിജൻസ് ബ്യൂറോയിൽ ഒരു 2.5-3 കൊല്ലത്തോളം ഓഫീസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ സിവിൽ സർവീസിലെ അധ്യാപന രംഗത്തേക്ക് വരുന്നത്. സോ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ, അതായത് കഴിഞ്ഞ KS എഴുതിയതിന്റെ അത്തരത്തിലുള്ള ഒരു അടിസ്ഥാനത്തിൽ ഏതാനും ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മാത്രം നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാമെന്നുള്ളതാണ് വിചാരം. എല്ലാവരും നമ്മളുടെ KSന്റെ സിലബസ്, നമ്മളുടെ ഈ KSന്റെ സിലബസ് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സിലബസ് തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ദ വെരി സെയിം സിലബസ് തന്നെയാണ്. സിലബസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ നമ്മളുടെ ഇന്ത്യൻ പൊളിറ്റി കിടക്കുന്നത് നമ്മളുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 എന്ന് പറയുന്ന ആദ്യത്തെ പേപ്പറിലാണ്. ഈ ആദ്യത്തെ പേപ്പറിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കിയാൽ ഹിസ്റ്ററിയാണ് ഏറ്റവും കൂടുതൽ. അതായത് ഏൻഷ്യന്റ്, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ദെൻ കേരള ഹിസ്റ്ററി, കേരള കൾച്ചർ, ദെൻ പിന്നീട് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവേണൻസ്, ദെൻ എ ലിറ്റിൽ ബിറ്റ് ഓഫ് റീസണിങ് ആൻഡ് ജോഗ്രഫി. ഇത്രയുമാണ് നമ്മളുടെ പേപ്പർ 1. പേപ്പർ 2 നോക്കുകയാണെങ്കിൽ എക്കണോമി, ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി ആസ് വെൽ ആസ് എൻവയോൺമെന്റ്, ദെൻ കുറച്ച് കറണ്ട് അഫയേഴ്സ്, ദെൻ 2 ലാംഗ്വേജുകൾ, മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ഇത്രയുമാണ് നമ്മളുടെ പ്രിലിംസിന്റെ സിലബസിൽ വരുന്നത്. നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ വർഷം ഈ ഒരു KS പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഹാപ്പൻ ടു ബി എന്റെ സിവിൽ സർവീസിന്റെ ആ വർഷത്തെ മെയിൻസും ഇത് ഏകദേശം ഒരേ ടൈമിലായിരുന്നു. ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പഠനം ഇതിനും എനിക്ക് എന്ത് ചെയ്തു, ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആലോചിച്ചിരുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ എഴുതിയിരുന്നവരെല്ലാം ആലോചിച്ചിരുന്നത്, കേരള എക്കണോമി എന്ത് ചെയ്യും, കേരള ഹിസ്റ്ററി എന്ത് ചെയ്യും, കൾച്ചർ ഓഫ് കേരള എന്ത് ചെയ്യും, അല്ലെങ്കിൽ അത്തരത്തിലുള്ളതിന്റെ നോട്ട് എവിടെ കിട്ടും, അത്തരത്തിലുള്ളതിന്റെ മെറ്റീരിയൽ എവിടെ കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ കൂടുതലായിട്ട് മെറ്റീരിയലുകൾ തപ്പുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയുമാണ് ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ KSന്റെ പ്രിലിമിനറി ഞാൻ ഈ പറയുന്നത് സ്ട്രീം 1ന്റെ കട്ട് ഓഫ് ആണ്. കാരണം നമ്മളൊരു മീഡിയൻ എന്നുള്ള രീതിയിൽ എടുക്കുന്നത് സ്ട്രീം 1ന്റെ കട്ട് ഓഫ് ആണ്. അറൌണ്ട് 77 മാർക്സ് മാത്രമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളുടെ ഏതിന്റെ കട്ട് ഓഫ്, നമ്മളുടെ പ്രിലിമിനറിയുടെ ഈ പറയുന്ന സ്ട്രീം 1ന്റെ കട്ട് ഓഫ്. സ്ട്രീം 2ഉം സ്ട്രീം 3യും അതിനേക്കാളും താഴെയുള്ള കട്ട് ഓഫ് ആയിരുന്നു. അത്രയൊന്നും മാർക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതായത് 277. നിങ്ങൾ നോക്കിയാൽ നമ്മളുടെ പേപ്പർ 2വിലുള്ള മലയാളം 30 മാർക്കിനാണ്, ഇംഗ്ലീഷ് 20 മാർക്കിനാണ്. ആ 30-20 മാർക്ക് വാങ്ങാനായിട്ട് നമ്മൾ ഈ പേപ്പർ 1ൽ കിടന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹിസ്റ്ററി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കുത്തിമറിഞ്ഞ് പഠിക്കേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ആവശ്യമില്ല. അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് പറ്റിയ ആ ഒരു തെറ്റിൽ നിന്നാണ് പ്രിലിംസ് ക്ലിയർ ചെയ്തത്. നിയർലി 91 മാർക്സ് ഉണ്ടായിരുന്നു, ഫെയർ മാർക്കായിരുന്നു. സോ ആ ഒരു രീതിയിൽ അന്ന് മലയാളവും ഇംഗ്ലീഷുമാണ് കുറച്ചൊക്കെ എന്നെ രക്ഷിച്ചത് എന്നുള്ള രീതിയിൽ പറയാം. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ലോ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ പരീക്ഷ ലോ സ്കോറിംഗ് ആയിരിക്കും ഹൈ സ്കോറിംഗ് ആയിരിക്കും എന്നുള്ളത് ഇപ്പോഴേ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും കഴിഞ്ഞ വർഷത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അത്തരത്തിലുള്ള ഒരു എക്സാമിനേഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമുക്ക് എളുപ്പം പഠിച്ചു തീർക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ്. അതുകൊണ്ട് തന്നെ മലയാളം ആസ് വെൽ ആസ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മളുടെ KS അല്ലെങ്കിൽ നമ്മളുടെ PSCക്ക് നേരത്തെ തന്നെ അവർ ചോദിച്ച് മടുത്തിട്ടുള്ള രീതിയിലുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. സോ മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾ പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസ്, ഞാൻ KSന്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനല്ല പറയുന്നത്,
നമ്മളുടെ PSC ഒരു ഡിഗ്രി ലെവലിൽ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ സെക്കൻഡറി അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ LSD പോലെ, സോ അത്തരത്തിലുള്ള എക്സാമിനേഷനിൽ നടത്തിയിട്ടുള്ള ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും പേപ്പർ നോക്കുന്നത് എന്തായിരിക്കും? വളരെ ഗുണകരമായിരിക്കും. കാരണം 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് തന്നെയാണ്. ദെൻ എക്കണോമി ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി, അതാണ് പേപ്പർ 2. ആ പേപ്പർ 2 നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് എക്കണോമിയാണ്. പക്ഷെ കഴിഞ്ഞ വർഷം 23 മാർക്കാണ് എക്കണോമിയിൽ നിന്ന് വന്നത്. എന്നാൽ താരതമ്യേന എളുപ്പമായിട്ടുള്ള, എല്ലാവർക്കും എളുപ്പമാകണമെന്നില്ല എങ്കിൽ പോലും, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ് ആൻഡ് കറണ്ട് അഫയറിൽ നിന്നാണ് 27 ക്വസ്റ്റ്യൻ വന്നത്. സോ അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ആ സിലബസ് കണ്ടിട്ട് ഇത് എന്ന് തീരാനാണ്, 3 മാസത്തിൽ എവിടെ തീരുമോ എന്നുള്ള രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ച് ഭ്രാന്ത് പിടിക്കുന്നതിന് പകരം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് PSC നേരത്തെ തന്നെ നമുക്ക് തന്നിട്ടുള്ള രീതിയിലുള്ള ഏരിയാസിലേക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് PSC എവിടെ നിന്നാണ് KS ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഏത് ഏരിയയാണ് PSCക്ക് കൂടുതൽ ഇഷ്ടമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് ഈ ചെറിയ കാലയളവിൽ, അതായത് 2-2.25 മാസത്തിന്റെ ഒരു ടൈമിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ നല്ലത്. എന്റെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, മൈ ടോപ്പിക് ഇസ് ആക്ച്വലി ലൈക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ പൊളിറ്റി, ആസ് വെൽ ആസ് ആക്ച്വലി ലൈക്ക് ദ പൊളിറ്റിക്കൽ സിസ്റ്റം, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ കൈൻഡ് ഓഫ് റിലേഷൻസ്. ഇത്രയുമാണ് എന്റെ ടോപ്പിക്. IR ഞങ്ങൾ രണ്ടുപേർ ചേർന്നിട്ടായിരിക്കും എടുക്കുക. അതർവൈസ് ആക്ച്വലി ഇത്രയുമാണ് നമ്മളുടെ ടോപ്പിക്. ആ ഒരു ടോപ്പിക്ക് നോക്കാവുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ 10 സബ് ടോപ്പിക്സ് ആണ് ഉള്ളത്. അതായത് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു ടോപ്പിക്കിൽ 10 സബ് ടോപ്പിക്സ് ആണ്. ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് പറയാം, ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോകാം. So the first thing is actually Indian Constitution and its salient features. Indian Constitution and its salient kind of features. See, that means ഇവർ നമ്മൾ എപ്പോഴും പഠിക്കുന്ന സോഴ്സസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള നമ്മുടെ ഹിസ്റ്റോറിക്കൽ എവല്യൂഷനേക്കാളും വാട്ട് ആർ ദ സലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലുള്ള ഒരെണ്ണമാണ് തന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ, ഞാൻ എടുക്കുന്നുണ്ട് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ, മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സോഴ്സസ്, അങ്ങനെ പലയുള്ളത് പഠിക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വ്യത്യാസമാക്കി നിർത്തുന്ന ഫീച്ചേഴ്സ് എന്താണ്, ആ ഒരു ഫീച്ചേഴ്സ്, ആ ഒരു തരത്തിലുള്ള ഫീച്ചേഴ്സിന്റെ ഇമ്പോർട്ടൻസിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. The second one is the function and responsibilities of the union and the state, the parliament and the state legislature. Simply speaking, നമ്മുടെ ലോക്സഭ, രാജ്യസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, സോ ഇത്തരത്തിലുള്ള ലെജിസ്ലേച്ചറിന്റെ അതിന്റെ ഫങ്ഷൻസും അതിന്റെ റെസ്പോൺസിബിലിറ്റീസും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ ടോപ്പിക്. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് അവർ നോക്കുന്നത് പവർ ആൻഡ് പ്രിവിലേജസ് ആണ്. ഈ ലെജിസ്ലേച്ചറിന് തന്നെ പവർ ആൻഡ് പ്രിവിലേജസ് എന്താണ് എന്നുള്ളതാണ് അവർ കൂടുതലായിട്ട് അതിനകത്ത് നോക്കുന്നത്. ഇത് മാത്രമല്ല, ഇന്ത്യൻ ഫെഡറേഷൻ, നമ്മളുടെ ഒരു ഫെഡറൽ സ്ട്രക്ചറും അതൊരു ലോക്കൽ ലെവൽസിലേക്ക് എങ്ങനെ പവർ കൊടുക്കുന്നു. അതായത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിൽ 4ാമതൊരു ടോപ്പിക് ഉണ്ട്, പഞ്ചായത്ത് രാജ് ആൻഡ് പബ്ലിക് പോളിസി എന്നുള്ളത്. സോ അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. നിങ്ങളിൽ കുറെ പേരെങ്കിലും അടുത്ത വർഷം KASന്റെ എന്തായാലും ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കാര്യമായിട്ട് നിൽക്കുന്നത് നമ്മളുടെ ഈ ലോക്കൽ സെൽഫ് ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു ജോലി എന്നുള്ള രീതിയിൽ കൊണ്ടുപോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡെവല്യൂഷൻ ഓഫ് പവേഴ്സിലേക്കും, അതല്ലെങ്കിൽ ഈ പഞ്ചായത്ത് പോലെയുള്ള, അല്ലെങ്കിൽ നഗരപാലിക പോലെയുള്ള, അതുമല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം PSC കൂടുതൽ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് എന്നുള്ളതാണ്. എല്ലാ വർഷവും എല്ലാ പ്രാവശ്യവും PSC പല പല ക്വസ്റ്റ്യൻസിൽ ചോദിച്ചു കൊണ്ടുപോയിരിക്കുന്ന അതേ കാര്യങ്ങളാണ്. അതായത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ പറ്റി, ഇലക്ഷൻ കമ്മീഷൻ, ദെൻ നമ്മളുടെ ഈ പറയുന്ന പോലെയുള്ള UPSC, ഈവൻ ഇപ്പോഴത്തെ നമ്മളുടെ പുതിയ ഇലക്ഷൻ കമ്മീഷൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്ന പോലെ ഒരു കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് ഇപ്പൊ ചാർജ് എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് വേണമെങ്കിൽ ഡയറക്ട്ലി ചോദിക്കാം, നിർബന്ധങ്ങളൊന്നുമില്ല. സോ ആ ഒരു രീതിയിൽ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ, UPSC, സ്റ്റേറ്റ് PSC, അല്ലെങ്കിൽ അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, സോ ഇത്തരത്തിലുള്ളവരുടെ പവേഴ്സും ഫങ്ഷൻസും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അടുത്ത ടോപ്പിക്. 4ാമത്തെ ടോപ്പിക് നമ്മൾ പറഞ്ഞിരുന്നു പഞ്ചായത്ത് രാജ്. അതിനുശേഷം നമ്മളുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള റെഗുലേറ്ററി ബോഡി. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു റെഗുലേറ്ററി ബോഡി എന്നുള്ള രീതിയിൽ സെബിയോ RBIയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കാം. സോ ആ ഒരു ഏരിയ ആണ് അടുത്തതായിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്. ദെൻ റൈറ്റ്സ് ഇഷ്യൂ, അതായത് നമ്മളുടെ ചിൽഡ്രൻസിന്റെ, വുമനിന്റെ, SC/ST ആയിട്ടുള്ളവരുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഹ്യൂമൻ റൈറ്റ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അടുത്ത ടോപ്പിക്. ദെൻ കുറച്ച് ഇന്റർനാഷണൽ റിലേഷൻസ്. ബേസിക്കലി
അത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ് PSC ഇപ്പൊ കൂടുതലായി ചോദിക്കുന്നത്. സോ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, നമ്മളുടെ നാം, സാർക്ക്, ബിംസ്റ്റെക്, SCO അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ആകാം, അല്ലെങ്കിൽ അവരുടെ സമ്മിറ്റുകളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ആകാം നമുക്ക് കൂടുതലായി ക്വസ്റ്റ്യൻ വരിക. കാരണം ഫോറിൻ പോളിസിയെക്കാളും അവർ എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ഫോറംസ് എന്നുള്ള രീതിയിലാണ്. ചിലപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, നമ്മളുടെ ഇപ്പോൾ ഒരു പോവർട്ടി ഇൻഡെക്സ് ഇറക്കിയിട്ടുണ്ട്, അത് ആരാണ് ഇറക്കുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന വേൾഡ് ഗ്രോത്ത് ഇൻഡെക്സ് ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കണ്ടു 2028 ഇന്ത്യ സാമ്പത്തികമായി 3ാമത്തെ ശക്തിയായി മാറും. ഓക്കെ, നമ്മളെല്ലാം ചിരിച്ചു കളഞ്ഞു. പക്ഷേ ഈ പറയുന്ന രീതിയിൽ അത് എപ്പോഴാണ്, അത് ഈ പറയുന്ന പോലെ അത് ലൈക്ക് ആരാണ് ഇറക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം. എട്ടാമത്തെ ടോപ്പിക് ജുഡീഷ്യറി ആണ്. കഴിഞ്ഞ വർഷവും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, KS ക്വസ്റ്റ്യൻ നല്ലോണം ഉണ്ടായിരുന്നു. നമ്മുടെ ജുഡീഷ്യറി അഥവാ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ലോവർ കോർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അതിനുശേഷം ജുഡീഷ്യൽ റിവ്യൂ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ലാൻഡ് റവന്യൂ ലോസ്. നിങ്ങൾ ഈ ഒരു ഏരിയ കൂടുതലായിട്ട് പഠിക്കേണ്ടത് പ്രിലിംസിനേക്കാൾ കൂടുതൽ മെയിൻസിലാണ് ഈ പ്രാവശ്യം ഈ PILO അല്ലെങ്കിൽ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയും അത്തരത്തിലുള്ള ഒരു കാര്യമോ, അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ ലോസിനെ പറ്റിയിട്ടോ ഉള്ള ക്വസ്റ്റ്യൻസ് വരും. കഴിഞ്ഞ വർഷം ആ ലാൻഡ് റവന്യൂ ലോസിൽ നിന്ന് നമ്മളുടെ കേശവാനന്ദ ഭാരതി കേസ് ആയിരുന്നു. ഈ പ്രാവശ്യം കേസ് അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, കയറി വരാം. എനിവേ, അതാണ് അടുത്ത ടോപ്പിക്. ആൻഡ് ദ ലാസ്റ്റ് 2 topics ബേസിക്കലി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്സ്. 9ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് DPSP എന്നുള്ളതാണ്. നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ, അതായത് കഴിഞ്ഞ വർഷം നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ ആയിരുന്നു. 30 ക്വസ്റ്റ്യൻ. ആ 30-ലെ 4 ക്വസ്റ്റ്യനും ഈ ഏരിയയിൽ നിന്നായിരുന്നു. ഈ പ്രാവശ്യവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതും റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് DPSPയിൽ നിന്ന് തന്നെയാണ്. ആ ഒരു ഏരിയയാണ് 9ാമത്തെ ടോപ്പിക്. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഇസ് പ്രിൻസിപ്പൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഒരു ടോപ്പിക് പഠിക്കാൻ തന്നെ ബുദ്ധിമുട്ടിയിരുന്നു. ടോപ്പിക്കുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലൈക്ക് മെറ്റീരിയൽ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ആ പ്രശ്നങ്ങളില്ല. LSDS എക്സാമിനേഷൻ വന്നതോടുകൂടി കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള രീതിയിലുള്ള മെറ്റീരിയലുകൾ നമ്മളുടെ കയ്യിലെത്തി. പൊതുവെ ഒരു കുറച്ച് ലൈക്ക് ന്യൂ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഈ ഒരു രീതിയിലുള്ള ഒരു 10 ടോപ്പിക്കാണ് നമുക്ക് ഈ പറയുന്ന പോലെ പൊളിറ്റിയിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം സിറ്റുവേഷൻ വെച്ച് നോക്കിയാൽ ഈ ഓരോ ടോപ്പിക്കിൽ നിന്നും 3 ക്വസ്റ്റ്യൻ എന്നുള്ള ആവറേജ് എടുത്താൽ 30 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇതിനകത്ത് ചോദിക്കാനായി, അല്ലെങ്കിൽ ആ പറയുന്ന രീതിയിൽ നമ്മളോട് ഒരു ഇത് എന്നുള്ള രീതിയിൽ ചോദിക്കാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഒന്ന് കാര്യമായിട്ട് നോക്കുക. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിക് വൈസ് തിരിച്ച് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. അതായത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇന്ന് തൊട്ട് നിങ്ങൾ KS പഠിക്കുമ്പോൾ ഇതിന്റെ ഓരോ ടോപ്പിക് എഴുതുക. ആ ടോപ്പിക്കിൽ നിന്നുള്ള മെറ്റീരിയലുകൾ നോക്കി അതിനകത്ത് വരാൻ കൊള്ളാവുന്ന ചോദ്യങ്ങൾ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് കിട്ടിയതൊന്ന് ആഡ് ചെയ്യുക. അതിന്റെ കൂടെ PSC ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ PSC ക്വസ്റ്റ്യൻ ബാങ്കുകൾ, നമ്മുടെ പ്രിയാമ്പിളിനുമുണ്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക്. സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ നിന്ന് ആക്ച്വലി എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായി ആ ഒരു ഏരിയയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ ഒരു സ്ട്രക്ചർ ഏതാണ് എന്ന് മനസ്സിലാക്കാം. കാരണം പണ്ട് PSC ഈ പറയുന്ന രജത ജൂബിലി പതിപ്പ് എന്നുള്ള രീതിയിലുള്ള ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് KS-നും ഗുണകരമാവുന്ന ഒരെണ്ണമാണ്, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 1040 MB ഉള്ളതാണ് രജത ജൂബിലി പതിപ്പ്. ആ ഒരു പതിപ്പിനകത്ത് 1008 ക്വസ്റ്റ്യനോളം ഉണ്ടായിരുന്നു നമ്മളുടെ PSC ചോദിച്ചിരുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നല്ലൊരു ഏരിയ നിങ്ങൾ നോക്കിയാൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നു. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. അതുകൊണ്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻസിലും അതുപോലെ തന്നെ ഹിസ്റ്ററിയിലും നിങ്ങൾ PSC-യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതെന്തുകൊണ്ട് ഞാൻ UPSC എന്ന് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ, പലരും പറയും ഇത് UPSC-യുടെ സിലബസ് ആണല്ലോ, UPSC-യുടെ സിലബസ് തന്നെയാകുമ്പോൾ UPSC-യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചൂടെ എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷത്തെ KAS-ന്റെ ഒരു സെറ്റപ്പ് നോക്കിയാൽ KAS-ലെ 64 ക്വസ്റ്റ്യനും അല്ലെങ്കിൽ 64% ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അറൌണ്ട് ഒരു 36 ക്വസ്റ്റ്യൻസ് മാത്രമേ ഒരു ഈ പറയുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു PSC-യുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ജനസ് ഗുണം കാണിക്കുന്ന രീതിയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഈ പ്രാവശ്യവും ഒരു 50% അതുകൊണ്ട് തന്നെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാതെ നമ്മുടെ PSC-യുടെ ഈ കഴിഞ്ഞ 1.5 വർഷത്തിൽ, പ്രീവിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പഴയതല്ല, ഒരു 1.5-2 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ ചോദ്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാം, കാര്യങ്ങളൊന്ന് സെറ്റാക്കാം. എന്തുകൊണ്ട് ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്ക് 2 മാസമേ ടൈം ഉള്ളൂ.
അപ്പോ ആ ക്വസ്റ്റ്യൻസ് PSC റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രീവിയസ് ഇയറിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ അല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഇത്രയുമാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഞാൻ ഡയറക്റ്റ്ലി നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ PT ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നില്ല, കാരണം പുറത്തിവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, പാലക്കാടാണ്. അപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയുന്ന ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഞാൻ അതൊന്ന് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ആരെങ്കിലും PPT കാണുന്നുണ്ടോ എന്നൊന്ന് പറയണേ. കാണുന്നുണ്ട്. Thank you. Okay. So before going to this, and we have to know about what exactly is a constitution. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. സി, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടേം വന്നത് തന്നെ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. കോൺസ്റ്റിറ്റ്യൂർ, ടു കോൺസ്റ്റിറ്റ്യൂർ, CONSTITUER. To constitute means to establish or to set up. അതായത് പുതിയതായിട്ടുള്ള ഒരു കാര്യത്തിനെ സെറ്റപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അത്തരത്തില് ഒരെണ്ണത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഉള്ള വേർഡാണ് കോൺസ്റ്റിറ്റ്യൂർ. അതിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായി വന്നത് എന്ന് പറയാം. അപ്പൊ ഒരുപാട് പേരും ചോദിക്കും, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡെഫിനിഷൻ പറയാമോ? അപ്പൊ നമ്മൾ പുസ്തകങ്ങൾ നോക്കിയാൽ വളരെ വളരെ വലിയ രീതിയിലുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി ലൈക്ക് എ റിട്ടൺ ഡോക്യുമെന്റ് ദാറ്റ് ഈസ് ആക്ച്വലി എന്നുള്ള രീതിയിലൊക്കെ വരുന്നത്. അതൊന്നും നമുക്ക് വേണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ KAS 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് എവിടെയുള്ളൂ, നമുക്ക് മെയിൻസിനുള്ളൂ. UPSC പോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസറുകൾ എഴുതേണ്ട ഒരു ആവശ്യമില്ല. 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് വളരെ ചുരുക്കി നമ്മൾ പറഞ്ഞാൽ, what is a constitution? It is actually the basic law of the country as well as the supreme law of the country. It is a basic as well as the supreme law of the state. അങ്ങനെ പഠിച്ചാൽ മതി. It is actually the basic as well as the supreme law of the state. See, എന്തുകൊണ്ട് basic? Why it is actually known as basic? See, basic എന്ന് പറയാനുള്ള കാരണം, because all other laws in the country is actually derived from the constitution. ഏത് രാജ്യവും ആയിക്കോട്ടെ, ആ ഒരു രാജ്യത്തിന്റെ ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും ഉണ്ടായി വരുന്നത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസിക് ലോ എന്നുള്ള രീതിയിൽ പറയും. അതുപോലെ തന്നെ ദിസ് ഇസ് ആക്ച്വലി ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് ഓൾസോ. ബേസിക് എന്ന് പറയുന്ന പോലെ തന്നെ ദിസ് ഇസ് ആക്ച്വലി ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് ഓൾസോ. എന്തുകൊണ്ട് സുപ്രീം? ബിക്കോസ് നോ അതർ ലോ ഇൻ ദ കൺട്രി ഇസ് ഹാവിംഗ് എ സ്റ്റാറ്റസ് എബവ് ദാറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യ ആയിക്കോട്ടെ, മറ്റേത് തരത്തിലുള്ള രാജ്യവും ആയിക്കോട്ടെ, മറ്റൊരു നിയമത്തിനും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന് മുകളിൽ സ്ഥാനമില്ല എന്നുള്ളതാണ് അതിന്റെ ബന്ധം. സോ ആ ഒരു രീതിയിൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ ഫണ്ടമെന്റൽ ഓർ ദ ബേസിക് ലോ ഓഫ് ദ ലാൻഡ് ആസ് വെൽ ആസ് ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാം. ഒരുപാട് പൊളിറ്റിക്കൽ എക്സ്പേർട്സ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ റൂൾസ് ആണ്, ലോസ് ആണ്, പവേഴ്സ് ആണ്, അങ്ങനെയുള്ള രീതിയിൽ ഒരുപാട് തരത്തിലുള്ള ഡെഫിനിഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്ക് വളരെ 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 ചുരുക്കി നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു തുടക്കം നോക്കുമ്പോൾ, ഈ വേൾഡിലെ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ 2 രീതിയിലാണ് തിരിച്ചിട്ടുള്ളത്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് വെൽ ആസ് എൻ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് എഴുതപ്പെട്ടതായിട്ടുള്ള നിയമങ്ങളും എഴുതപ്പെടാത്തതായിട്ടുള്ള നിയമങ്ങളും എന്നുള്ള രീതിയിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എൻ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. The written constitution, world 99% of the countries are having a written constitution. So that means the constitution with the provisions explicitly, or the documents, or it is actually made into a piece of a documents, or it is made into a single kind of text. ഒരൊറ്റ ടെക്സ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് എക്സ്പ്ലിസിറ്റ് ഡോക്യുമെന്റ്സ് ആയിട്ട് എഴുതി തയ്യാറാക്കിയിട്ടുള്ള നിയമത്തെയാണ് നമ്മൾ ഒരു ഈ കൈൻഡ് ഓഫ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. അതായത് ഒരു ബുക്കായി, ഡോക്യുമെന്റ് ആയി ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. A typical example is actually Indian Constitution, US Constitution and Canadian kind of Constitution, etc. എന്നാൽ ഒരു സിംഗിൾ ഡോക്യുമെന്റ് അല്ലാത്ത ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള പ്രാക്ടീസസിനെ
അല്ലെങ്കിൽ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള കവിനൻസിനെ അല്ലെങ്കിൽ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള പ്രിൻസിപ്പൽസിനെയോ ജുഡീഷ്യൽ ഡിസിഷൻസിനെയോ ഇതൊന്ന് വരച്ചിട്ടോ. കാരണം PSCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് സ്പെഷ്യൽ ഗ്രേഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതായിരുന്നു. ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നോട്ട് എ സ്പെസിഫിക് ഡോക്യുമെന്റ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ കൺവെൻഷൻ, പ്രാക്ടീസസ്, പ്രിൻസിപ്പൽസ് ആൻഡ് ജുഡീഷ്യൽ ഡിസിഷൻസ്. നമ്മൾ ഒരു അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ അത് പ്രാക്ടീസസ് ആണ്, ലോങ് സ്റ്റാൻഡിങ് ട്രഡീഷൻസ് ആണ്, കവിനൻസ് ആണ് എന്നുള്ളത് മാത്രമേ നമ്മൾ പഠിക്കാറുള്ളൂ. എന്നാൽ PSC അതൊരു ചോദ്യമായി ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തപ്പോ ആൻഡ് ജുഡീഷ്യൽ ഡിസിഷൻസ് എന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് അങ്ങനെ കൃത്യമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത രാജ്യമാണെങ്കിൽ അവിടുത്തെ ജുഡീഷ്യറി എടുക്കുന്ന ഡിസിഷൻസും എന്തായിട്ട് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് തുല്യമായിട്ട് തന്നെ വരാറുണ്ട്. ഇനിയുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്കൊരു അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുള്ള കൺട്രീസ് ഏതൊക്കെയാണ്, ഒരു റിട്ടേൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത കൺട്രീസ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് UK. ഓക്കെ, UK ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ബ്രിട്ടൻ ആണ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുള്ള കൺട്രി. നെക്സ്റ്റ് വൺ ഈസ് ആക്ച്വലി ന്യൂസിലാൻഡ്. അതും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ബട്ട് ദ തേർഡ് വൺ ഈസ് ഇമ്പോർട്ടന്റ്. ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇസ്രായേൽ ഈസ് ഓൾസോ ഹാവിംഗ് എൻ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. UK പോലെ ന്യൂസിലൻഡ് പോലെ ഇസ്രായേലും ഒരു അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇപ്പൊ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാം. സോ ഇസ്രായേൽ ഈസ് ആക്ച്വലി ഹാവിംഗ് എൻ അൺറിട്ടൺ കൈൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ദ കിങ്ഡം ഓഫ് സൗദി അറേബ്യ, സോ അവിടെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പോലും ഇത് KSA എന്ത് തന്നെയാണ്, ഒരു അൺറിട്ടൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. സോ ദ ഫസ്റ്റ് ഡിവിഷൻ ഈസ് ആക്ച്വലി റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ രണ്ടാമത്തെ ഒരു ഡിവിഷൻ ചോദിച്ചാൽ an evolved constitution and an enacted constitution. An evolved as well as enacted. Indian constitution is an enacted constitution, while the British constitution is an evolved constitution. ഇപ്പൊ എന്തൊക്കെയാണ് രണ്ടാമത്തെ ഡിവിഷൻ? evolved and enacted. അതായത് ഒരു ഇവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു എവല്യൂഷണറി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലോ ആയിട്ടുള്ള എവല്യൂഷണറി പ്രോസസ്സിന്റെ ഔട്ട്കം ആയിട്ട്, അതായത് ഒരുപാട് കൺവെൻഷൻസ് വഴി, പ്രാക്ടീസസ് വഴി, പ്രിൻസിപ്പൽസ് വഴി അങ്ങനെ ഉണ്ടായി വന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ആൻഡ് കൈൻഡ് ഓഫ് ഇവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനെ അങ്ങനെ പറയാം. എന്നാൽ ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കൗൺസിൽ ഡെലിബറേറ്റ്ലി മെയ്ഡപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഇസ് ഡെലിബറേറ്റ്ലി മെയ്ഡപ്പ് ബൈ എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓർ എ കോൺസ്റ്റിറ്റ്യൂന്റ് കൗൺസിൽ. ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് കൗൺസിലോ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയോ ഡെലിബറേറ്റ്ലി എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ഒരു ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ രണ്ട് ഡിവിഷൻസ് നമ്മൾ പറഞ്ഞു, റിട്ടൺ ആൻഡ് അൺറിട്ടൺ, ആസ് വെൽ ആസ് ആക്ച്വലി ഇവോൾവ്ഡ് ആൻഡ് ഇനാക്റ്റഡ് കൈൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി അതുപോലെ തന്നെ മറ്റൊരു പേര് പറയാറുണ്ട്, a rigid as well as a flexible constitution. Rigid as well as actually like a flexible constitution. So what is a rigid constitution? It can only be done by it is actually like an amendment വഴി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രൊസീജിയറുകൾ വഴി ആക്ച്വലി വളരെ കഷ്ടപ്പെട്ട് മാത്രം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ വളരെ ഓർഡിനറി ലോ വെച്ചിട്ട്, അതാണ് വ്യത്യാസം. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാർഡായിട്ടുള്ള അമെൻമെന്റ് പ്രൊസീജിയറുകൾ വഴി. എന്നാൽ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രൊസീജിയർ ഇല്ല, ഓർഡിനറി ലോ വഴി അമെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. സോ US കോൺസ്റ്റിറ്റ്യൂഷൻ, ഓസ്ട്രേലിയ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര ആർ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, വൈൽ UK, ന്യൂസിലൻഡ് ആർ ആക്ച്വലി ലൈക്ക് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് ആക്ച്വലി എ സിന്തസിസ് ഓഫ് ബോത്ത് ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയുടെയും റിജിഡിറ്റിയുടെയും എന്താണ് ഒരു ആകത്തുകയാണ് എന്ന് പറയാം. അതായത് ഇങ്ങനെയാണ്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അമെൻമെന്റുകൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് റിജിഡ് ആണ്, ഇത് ഫ്ലെക്സിബിൾ ആണ്. എന്നാൽ നമുക്ക് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന മറ്റൊരു സെറ്റപ്പ് ഉണ്ട്. നമുക്ക് അമെൻമെന്റും ഉണ്ട്, ബേസിക് സ്ട്രക്ചറും ഉണ്ട്. സോ ഒരു ബേസിക് സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ ആക്ച്വലി എന്താണ് ഈ പറയുന്ന രീതിയിൽ അത് റിജിഡുമാണ്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ആക്ച്വലി ലൈക്ക് പാർട്ട്ലി റിജിഡ് ആൻഡ് പാർട്ട്ലി ഫ്ലെക്സിബിൾ. ഒരു പാർട്ട്ലി റിജിഡുമാണ് എന്നാൽ പാർട്ട്ലി ഫ്ലെക്സിബിളുമാണ് എന്നുള്ള രീതിയിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറയാൻ പറ്റും എന്നുള്ളതാണ് കാര്യം. സോ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്തിനെ കണക്കാക്കുന്നത്, നമ്മളുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കണക്കാക്കുന്നത്. ഇനി
നമുക്ക് കെ എസിന് നമുക്ക് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കൊള്ളാവുന്ന അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം, ആ കോൺസ്റ്റിറ്റ്യൂഷൻ gives us the definition of the relationship between the government and the people. അതായത് ആ രാജ്യത്തെ ജനങ്ങളും ആ രാജ്യത്തെ ഗവൺമെന്റും തമ്മിലുള്ള ബന്ധം എന്താണ്, റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത് പറഞ്ഞു തരുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അതായത് ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണോ, നമുക്ക് നമ്മളുടെ ഈ പറയുന്ന ഭരണാധികാരികളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും, അതോ ഇതൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രി അല്ല, ഒരു മൊനാർക്കി ആണോ, നമുക്കിവിടെ ഒരു രാജാവാണോ ഏറ്റവും ഹെഡിലിരിക്കുന്നത്, അതോ ഇതൊരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കൺട്രി ആണോ എന്നുള്ള രീതിയിൽ ആ ഒരു കൺട്രി എന്താണ് എന്ന് പറഞ്ഞു തരുന്നത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രോപ്പർ ഡോക്യുമെന്റ് which mentions the relationship between actually the people of the country or the citizens of the country and the government. So that's the importance of our constitution. ഇത്രയുമാണ് നമ്മൾ സാധാരണ നമ്മളൊരു PSCയിൽ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ നമ്മൾ തുടക്കത്തിൽ പറയുക. എന്നാൽ കഴിഞ്ഞ കുറച്ച് പേപ്പറുകളായി നമ്മളുടെ PSC കുറച്ച് വേർഡ്സ് ചോദിക്കാറുണ്ട്. അതായത് ഒരു നല്ല കോൺസ്റ്റിറ്റ്യൂഷന് ക്ലാരിറ്റി വേണം, ബ്രെവിറ്റി വേണം, ഡെഫിനിറ്റ്നെസ് വേണം, കോംപ്രിഹെൻസീവ്നെസ് വേണം എന്നുള്ള രീതിയിലുള്ള 4 വേർഡുകൾ കൂടി പറയാറുണ്ട്. So the first thing is actually brevity, BREVITY, and that is a good constitution should be very concise and avoid unnecessary provisions to prevent confusion in interpretation. So brevity എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ മൂക്കിനെ എന്ത് ചെയ്തു 3 വലം ചുറ്റി പിടിക്കാത്ത രീതിയിൽ വളരെ കൺസൈസ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കുന്ന രീതിയിൽ എഴുതാൻ പറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ബ്രെവിറ്റി എന്ന് പറയുക, കൺസൈസ് കൈൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നാൽ ക്ലാരിറ്റി ഈസ് അവോയ്ഡിങ് എ കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ് ആൻഡ് അവോയ്ഡിങ് ആക്ച്വലി ഓർ എക്സ്പ്രസിങ് ഇൻ ക്ലിയർ ടേംസ്. വളരെ ക്ലിയർ ആയിട്ടുള്ള ടേംസിൽ എക്സ്പ്രസ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ് ഒഴിവാക്കുന്നതിനാണ് ക്ലാരിറ്റി എന്ന് പറയും. ദ തേർഡ് വൺ ഇസ് ഡെഫിനിറ്റ്നെസ്. അതായത് വളരെ ഡെഫിനേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള മീനിങ്സുകൾ വേണം, മെസ്സേജുകൾ വേണം. സോ ആ ഒരു രീതിയിൽ വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ളതായിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ആക്ച്വലി ലൈക്ക് കോംപ്രിഹെൻസീവ്നെസ്. അതായത് ഓരോ കാര്യങ്ങളും ഗവൺമെന്റിന്റെ പവർ എന്താണ്, സിറ്റിസൺസിന്റെ റൈറ്റ്സ് എന്താണ്, സിറ്റിസൺസിന്റെ ഡ്യൂട്ടീസ് എന്താണ്, അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഓരോന്നിന്റെയും പവേഴ്സ് എന്താണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ടാകണം. അങ്ങനെ എഴുതുമ്പോൾ ഈ ബ്ലെയിം ഗെയിമും നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാമെന്ന് അറിയാമോളൂ, നമുക്ക് കൃത്യമായി ഒരു ഡിവിഷൻ ഓഫ് ലേബർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്താനും പറ്റും. അപ്പൊ PSCയുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട 4 കാര്യമാണ് നമ്മളുടെ ഒരു നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുള്ള 4 ഇമ്പോർട്ടന്റ് ക്വാളിറ്റീസ് ആണ്. ബ്രെവിറ്റി, ക്ലാരിറ്റി, ഡെഫിനിറ്റീവ്നെസ് ആൻഡ് കോംപ്രിഹെൻസീവ്നെസ്. ഈ ഒരു 4 കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഒരൊറ്റ കാര്യം കൂടി ചുരുക്കി, എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സലിയന്റ് ഫീച്ചേഴ്സ്, അതായത് മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത രീതിയിലുള്ള സാലിയന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ചുരുക്കി പറഞ്ഞാൽ ദ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. എഴുതപ്പെടുമ്പോൾ തന്നെ 395 ആർട്ടിക്കിളുകളും 22 പാർട്ടുകളും 8 സ്കെഡ്യൂളുകളുമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഏകദേശം 25 പാർട്ടുകളും 12 സ്കെഡ്യൂളുകളും 470 ആർട്ടിക്കിളുകളുമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനും ഈ പറയുന്ന ഓസ്ട്രേലിയ, ന്യൂസിലൻഡും ഒക്കെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം കൂടെ എടുത്ത് മോളി വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത്രയും വരില്ല. ഇറ്റ് ഈസ് ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. അതാണ് ഒന്നാമത്തെ ഫീച്ചർ. ദ സെക്കൻഡ് ഫീച്ചർ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ആക്ച്വലി എ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അതായത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുണ്ട്, ഫ്ലെക്സിബിലിറ്റിയും ഉണ്ട്, റിജിഡിറ്റിയും ഉണ്ട്. ആൻഡ് ദ തേർഡ് ഇമ്പോർട്ടന്റ് തിങ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൈൻഡ് ഓഫ് തിങ്, it is a federation with a unitary bias. അതായത് ഇത് ശരിക്കും സ്റ്റേറ്റുകളുടെ ഒരു ഫെഡറേഷൻ ആണ്. സ്റ്റേറ്റുകൾ എന്ത് ചെയ്തു, വന്നിങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തതാണ്. പക്ഷേ ഇന്ത്യ ഒരിക്കലും ഒരു അമേരിക്കൻ ഫെഡറേഷന് തുല്യമായിട്ടുള്ള ഫെഡറേഷൻ അല്ല. ഇന്ത്യ ഒരു ഫെഡറേഷൻ ആണെന്ന് പറഞ്ഞാലും
ഇറ്റ് ഈസ് ആക്ച്വലി ഹാവിങ് എ യൂണിറ്ററി ബയാസ്, ഒരു യൂണിറ്ററി ആയിട്ടുള്ള ബയാസ് ഉള്ള രീതിയിലുള്ള ഒരു രാജ്യമാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം? It is actually the lengthiest written constitution. Okay, the blend of rigidity and flexibility, and a federation with a unitary kind of bias. And the fourth one, we are having a parliamentary form of government. അതായത് അമേരിക്കയിൽ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിൽ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി, അതായത് ഒരാൾക്ക് മാത്രം എല്ലാ റെസ്പോൺസിബിലിറ്റിയും കൊടുക്കുന്ന രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയിലേക്ക് എത്തുന്നതിൽ ഇന്ത്യക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ വി ബിലീവ് ഇൻ ആക്ച്വലി കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓർ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഒരാൾക്കല്ലാതെ ഒരു കൂട്ടം ആൾക്കാർക്ക്, അതായത് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് ഭരണം കൊടുക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് പറയും? നമ്മളൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, ആർട്ടിക്കിൾ 75 പറയുന്ന പോലെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് വൈ എ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ദെൻ ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഇൻഡിപെൻഡന്റ് ലെജിസ്ലേച്ചറിൽ നിന്ന്, എക്സിക്യൂട്ടീവിൽ നിന്ന് മാറി നിൽക്കുന്ന, ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെയുള്ള ഒരു ജുഡീഷ്യറി, ഇൻഡിപെൻഡന്റ്. അതായത് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി, തട്ടായിട്ടുള്ള ഒരു ലോവർ ലെവൽ കോർട്ട്സ്, ഡിസ്ട്രിക്ട് കോർട്ട്, തന്നെ അതിനു മുകളിൽ ഹൈക്കോർട്ടും പിന്നെ സുപ്രീം കോർട്ടും ഉള്ള രീതിയിൽ തട്ടായിട്ടുള്ള രീതിയിലുള്ള ഒരു ജുഡീഷ്യറി. ആൻഡ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആൻഡ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഓക്കെ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും അവരുടെ കാസ്റ്റ് നോക്കാതെ, റേസ് നോക്കാതെ, റിലീജിയൻ നോക്കാതെ, സെക്സ് നോക്കാതെ വോട്ടവകാശം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ആൻഡ് എ സിംഗിൾ സിറ്റിസൺഷിപ്പ്. വി ആർ ആക്ച്വലി ഹാവിംഗ് എ സിംഗിൾ സിറ്റിസൺഷിപ്പ്. നമുക്ക് സെന്റർ, സ്റ്റേറ്റ് എന്നുള്ള രീതിയിലുള്ള 2 സിറ്റിസൺഷിപ്പ് ഇല്ല, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്നുള്ള രീതിയിലുള്ള ഒരൊറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. രാജ്യം വരും, സിറ്റിസൺഷിപ്പ് വരും എന്ന് പറഞ്ഞാലും അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. വി ആർ ആക്ച്വലി എ ഫെഡറൽ കൺട്രി വിത്ത് ഹാവിംഗ് എ സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളതാണ് കാര്യം. Then the presence of emergencies. അതായത് ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി, ആർട്ടിക്കിൾ 356 സ്റ്റേറ്റ് എമർജൻസി, ആൻഡ് ആർട്ടിക്കിൾ 360 ഫൈനാൻഷ്യൽ എമർജൻസി. സോ ആ ഒരു രീതിയിൽ പ്രസൻസ് ഓഫ് എമർജൻസീസും ഉള്ള രീതിയിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ these are some of the salient features of our constitution. The lengthiest written constitution, the presence of emergencies, then independent ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ജുഡീഷ്യറി, a single citizenship, universal adult franchise, then സെക്കുലാർ സ്റ്റേറ്റും വേണമെന്നുണ്ടെങ്കിൽ പറയാം. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് ഒരു ലൈക്ക് പാർലമെന്ററി സിസ്റ്റം, then a federal system with a unitary bias, rigidity and flexibility, lengthiest written constitution. ചില ബുക്കുകൾ നിങ്ങൾ നോക്കാവുന്നുണ്ടെങ്കിൽ ദ പ്രസൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് DPSP എന്നും കാണാറുണ്ട്. എഴുതുന്നതിൽ തെറ്റില്ല, പക്ഷെ അത് എല്ലായിടത്തും ഉള്ള കഥ തന്നെയാണ്. സോ ദ പ്രസൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് DPSP, ഇതൊക്കെയാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സലിയൻ ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. നമ്മളുടെ ആദ്യത്തെ ടോപ്പിക് തുടങ്ങുന്നത് ദ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ്. നമ്മൾ നോക്കിയാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാകുന്നത് പോലും ഒരു ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അഥവാ 1858 കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. കാരണം അന്ന് വരെ അവധ് അല്ലെങ്കിൽ പഞ്ചാബ്, സിന്ധ്, ട്രാവൻകൂർ, കൊച്ചിന്, സോ ആ ഒരു രീതിയിലുള്ള നാട്ടുരാജ്യങ്ങൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഈ പറയുന്ന പോലെ ഇന്ത്യ എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ഹലോ, കേൾക്കാമോ? Your voice is breaking.
ഹലോ, ഇപ്പൊ കേൾക്കാമോ? Yes, sir. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? Yes, sir. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓ, ഞാൻ ജസ്റ്റ് എന്റെ ഫോണിലെ നെറ്റാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. സോറി, എവിടെ? ഓക്കെ, ദ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ഒരു രീതിയിൽ നമ്മളൊരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോലും വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഉണ്ടായി വരുന്നത്. ആ ഒരു തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാകുവാനുള്ള റീസൺ പോലും ആക്ച്വലി ബ്രിട്ടീഷേഴ്സ് ആണ് എന്നുള്ളതാണ് അതിന്റെ സത്യം. ഈ ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിലേക്ക് വരുന്നത് ട്രേഡേഴ്സ് ആയിട്ടാണ്. ആക്ച്വലി ദാറ്റ് വാസ് ഇൻ 1600 1600 ട്രേഡേഴ്സ് ആയിട്ടാണ് വരുന്നത്. അതായത് ദേ മെയ്ഡ് എ കമ്പനി ഓർ ആക്ച്വലി ലൈക്ക് എ ട്രേഡേഴ്സ് ഗിൽഡ്. ഒരു ട്രേഡേഴ്സ് ഗിൽഡ് ആണ്. സോ അത്തരത്തിലുള്ള ഒരു ട്രേഡേഴ്സ് ഗിൽഡ് ആയിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള രീതിയിൽ ഒരു കമ്പനി അവരുണ്ട്. And they actually backed exclusive right of trading in India under the charter granted by Queen Elizabeth I. ചോദ്യമാണ് Queen Elizabeth I. Queen Elizabeth I കയ്യിൽ നിന്ന് ആക്ച്വലി അവരെന്ത് ചെയ്യുന്നു? ഒരു ചാർട്ടർ നേടിയെടുക്കുന്നു. ഈ ചാർട്ടർ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ചാർട്ടറിന്റെ പ്രത്യേകത? മൊനോപ്പൊലി ഓഫ് ട്രേഡ് വിത്ത് ഇന്ത്യ. എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് വരിക? ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആക്ടുകൾ പഠിക്കും. ആ ഒരു ആക്ടുകൾ പഠിക്കുമ്പോൾ നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റും ഈ പറയുന്ന രീതിയിൽ ആ ഒരു ആക്ടില് എന്ത് പറയുന്നുണ്ട്? മൊണോപ്പൊളി ഓഫ് ട്രേഡ് വിത്ത് ഇന്ത്യ എടുത്തു കളയുന്നു എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റൈറ്റ് ഓഫ് ട്രേഡിംഗ് അല്ലെങ്കിൽ മൊണോപ്പൊലി ഓഫ് ട്രേഡ് വിത്ത് ഇന്ത്യ ആൻഡ് ദേ ഗോട്ട് ഇറ്റ് ഫ്രം ദ ക്യൂൻ എലിസബത്ത് I in early 1600s. 1600 ട്രേഡേഴ്സ് ആയിട്ട് മാത്രം വന്നവര് പതിയെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ പറയുന്ന പോലെ നമ്മളുടെ ആഭ്യന്തരമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളിൽ അവര് ഇടപെടാൻ തുടങ്ങി. പതുക്കെ അവർ ഈ പറയുന്ന ഒരു പ്ലാസി യുദ്ധമൊക്കെ കഴിഞ്ഞ് ഒരു 1765 ആയപ്പോഴത്തേക്കും ആക്ച്വലി ദേ ഒബ്ടൈൻഡ് ദ ദിവാനി റൈറ്റ്സ് ഓഫ് ബംഗാൾ, ബീഹാർ ആൻഡ് ഒഡീസ. ബംഗാളിന്റെയും ബീഹാറിന്റെയും ഒഡീസയുടെയും ആക്ച്വലി ഒരു ദിവാനി റൈറ്റ്സ് അവർ നേടിയെടുത്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് അതുവരെ ജസ്റ്റ് ഒരു ട്രേഡിംഗ് കമ്പനി ആയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു ട്രേഡേഴ്സ് മാത്രമായിരുന്ന അവർ ആക്ച്വലി ഒരു ദിവാനി ലാൻഡ് റവന്യൂ റൈറ്റ്സ് ഓഫ് ബംഗാൾ, ബീഹാർ ആൻഡ് ഒഡീസ നേടിയെടുത്തു. അന്നത്തെ ബംഗാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശും അടക്കം ഉൾപ്പെടുന്ന ആസാമും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ബംഗാളാണ്. സോ അത്തരത്തിലുള്ള ഒരു വലിയ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ അത്യാവശ്യം ആക്ച്വലി എന്താണ് നല്ല രീതിയിൽ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു ഏരിയയുടെ ദിവാനി റൈറ്റ്സ് അവർ ഏറ്റെടുക്കും. ആ ഒരു ഏറ്റെടുക്കലിന് ശേഷം ഏകദേശം 1773 ആയപ്പോഴേക്കും അവരുടെ കമ്പനിയുടേതായിട്ടുള്ള രീതിയിലുള്ള ചിട്ടവട്ടങ്ങൾ എന്ത് ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ചില നിയമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ടുകൾ കൊണ്ടുവരുന്നു. അത് ചാർട്ടർ ആക്ടുകളും പിറ്റ്സ് ഇന്ത്യ ആക്ടുകളായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന റെഗുലേറ്ററി ആക്ടുകളായിട്ടും വരും. ആക്ച്വലി ആക്ടുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ നടപടികൾ എന്ത് ചെയ്യാൻ, ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായി. അതിനുശേഷം പിന്നീട് 1858 ആകുന്നതോടുകൂടി നമ്മളുടെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നടക്കുന്നു. അല്ലെങ്കിൽ അവരതിനെ സീപ്പോയി മ്യൂട്ടിനി എന്നുള്ള രീതിയിലേക്ക് പറയുന്നു. സോ അങ്ങനെ ഒരു സീപ്പോയി മ്യൂട്ടിനിക്ക് ശേഷം ആക്ച്വലി ബ്രിട്ടീഷ് ക്രൗൺ തന്നെ നമ്മളുടെ ഒരു ഗവേണൻസ് ഡയറക്ട്ലി അഡ്മിനിസ്റ്റർ ചെയ്യും. അവര് കൊണ്ടുവന്നിട്ടുള്ള പലതരത്തിലുള്ള നിയമങ്ങൾ, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ ചാർട്ടർ ആക്ടുകൾ, റെഗുലേറ്റിംഗ് ആക്ടുകൾ, പിറ്റ്സ് ഇന്ത്യ ആക്ടുകൾ അല്ലെങ്കിൽ മിന്റോ മോർലി റിഫോംസ്, ഇത്തരത്തിലുള്ള റിഫോംസ് കണ്ടിട്ടാണ് 1924 എം എൻ റോയ് he was a first person who said that actually India need a written constitution. ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, റിട്ടൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെടുന്നത് എം എൻ റോയ് ആണ്. എം എൻ റോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഹീസ് എ ഫാദർ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ഇന്ത്യ ആൻഡ് കാനഡ. ഇന്ത്യയിലെയും കാനഡയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിതാവ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന കക്ഷിയാണ് മനവേന്ദ്ര റോയ് ഓർ എം എൻ റോയ്. അദ്ദേഹമാണ് ആദ്യമായി ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുള്ള രീതിയിലേക്ക് പറയും. പിന്നീട് നമ്മൾ 9th December 1946 ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കുകയും 2 years 11 months and 18 days 2 വർഷം 11 മാസം 18 ദിവസം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കിയാണ് നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിച്ചേരുന്നത്.
അപ്പൊ ഇവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ, നമ്മളുടെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോർ റണ്ണർ ആരാണ്? അതായത് അതിന്റെ ഒരു മുൻഗാമി എന്നുള്ള രീതിയിൽ പറയാകുന്നത് ആരെയാണ് എന്നൊരു ചോദ്യം വരും. നമ്മൾ ഒരുപാട് മുന്നിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് റിസൊല്യൂഷൻ, 1929 ഒബ്ജക്റ്റീവ് റിസൊല്യൂഷൻ എന്ന് പറയും. എന്നാൽ ഒരുപാട് മുന്നിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഒരുപാട് ആൾക്കാരും പറയുന്നത് ഒന്നുകിൽ ഈ പറയുന്ന വേദാസ് ആണ് നമ്മളുടെ പ്രീകാസർ അല്ലെങ്കിൽ ഫോർ റണ്ണർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അല്ലെങ്കിൽ കുറച്ചു പേര് അർത്ഥശാസ്ത്രയാണ് എന്നുള്ള രീതിയിൽ പറയും. എന്നാൽ സത്യത്തിൽ ഇത് രണ്ടുമല്ല എന്നുള്ളതാണ് കാര്യം. അതായത് അർത്ഥശാസ്ത്രയെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫോർ റണ്ണർ അല്ലെങ്കിൽ ഒരു മുൻഗാമി എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ കുറച്ചു പേര് ഈ പറയുന്ന പോലെ നമ്മളുടെ വേദാസ് എന്നും പറയാറുണ്ട്. പക്ഷെ ഇത് രണ്ടുമല്ല സത്യത്തില് ദ ഈഡിക്സ് ഓഫ് അശോക, അശോകന്റെ ഈഡിക്സ് ആണ് ഈ പറയുന്ന രീതിയിൽ എന്ത് നമ്മളുടെ ഒരു ഫോർ റണ്ണർ എന്നുള്ള രീതിയിലേക്ക് പറയാൻ പറ്റുക. എന്തുകൊണ്ട് എന്നുള്ളത് കൂടി ഒന്ന് അറിയണം. എന്തുകൊണ്ടാണ് നമ്മൾ അശോകന്റെ ഈഡിക്സിനെ പറ്റി പറയുന്നു എന്നുള്ളത് കൂടി ഒന്ന് അറിയണം. എന്താ കാര്യം എന്നുള്ളത് വെച്ചാൽ, നമ്മളുടെ ഈ പറയുന്ന വേദാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചാണക്യന്റെ അർത്ഥശാസ്ത്ര ഇസ് നോട്ട് ആക്ച്വലി ലൈക്ക് ബുക്ക് ഓഫ് പൊളിറ്റി, ഇറ്റ് ഇസ് ആക്ച്വലി ബുക്ക് ഓഫ് എക്കണോമി. അത് സത്യത്തില് ഒരു എക്കണോമിയുടെ ബുക്കാണ്, ഒരിക്കലും അതൊരു പൊളിറ്റിയുടെ ബുക്കല്ല, അതൊരു എക്കണോമിയുടെ ബുക്കാണ് എന്നുള്ളതാണ് അതിന്റെ സത്യം. എങ്കിൽ പോലും ബുക്സ് ലൈക്ക് ഋഗ്വേദ ഓർ ആക്ച്വലി ദിസ് വൺ വാസ് നോട്ട് അവൈലബിൾ ടു ദ കോമൺ സിറ്റിസൺ. അതായത് ഈ വേദാസോ അർത്ഥശാസ്ത്ര ഉപനിഷത്തോ അത്തരത്തിലുള്ള ഒരു ബുക്കുകളും കോമൺ മാനിന് അല്ലെങ്കിൽ കോമൺ സിറ്റിസണിന് അവൈലബിൾ ആയിരുന്നില്ല അപ്പോഴോ. എന്നാൽ അശോകന്റെ ഈഡിക്സ് നോക്കുക, and they were written in പാലി ആൻഡ് പ്രാകൃത് എന്ന് പറയുന്ന ലാംഗ്വേജുകളിലാണ് എന്ത് ചെയ്തിരുന്നത്? ഇത് എഴുതപ്പെട്ടിരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സിറ്റിസൺസിന് അവർക്ക് പോയി വായിക്കാൻ പറ്റുന്ന രീതിയിൽ പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് ആയിട്ടും കേവ് ഇൻസ്ക്രിപ്ഷൻ ആയിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള ലൈക്ക് ഇൻസ്ക്രിപ്ഷൻസ് ആയിട്ട് മെറ്റൽ ഇൻസ്ക്രിപ്ഷൻ ആയിട്ടാണ് അദ്ദേഹം എഴുതിയത്. അതായത് അവിടെ പോയി നമ്മളുടെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ ലാംഗ്വേജിൽ അവരുടെ റൈറ്റ്സ് എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, അല്ലെങ്കിൽ അവരെ ആരാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നത് എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. So that's why the Ashokan Edicts is said to be a truly a forerunner of Indian Constitution. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫോർറണ്ണർ എന്നുള്ള രീതിയിൽ പറയുന്നത് നമ്മൾ അശോകന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളതാണ് അതിന്റെ സത്യം. ഓക്കെ, ഇത്രയുമാണ് കഥ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പതിയെ ഓരോ ആക്ടുകളായി നോക്കാം. ദ ഫസ്റ്റ് ആക്ട് ഓർ ആക്ച്വലി നമുക്ക് ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ എവല്യൂഷനെ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാം. The first one is actually the company's administration, the British East India കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് പറയാം? ഓക്കെ, ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഈ പറയുന്ന പോലെ നമ്മളുടെ ക്രൗൺസ് റൂൾ എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ രണ്ട് രീതിയിൽ പറയാം. The first one is actually company's rule, that is 1773 to 1858. ഈ 1773 to 1858 വരെ അവർ റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ചാർട്ടർ ആക്ട് ഓഫ് 1813, ചാർട്ടർ ആക്ട് ഓഫ് 1833 ആൻഡ് ചാർട്ടർ ആക്ട് ഓഫ് 1853 എന്നുള്ള രീതിയിൽ 5 ആക്ടുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ക്രൗൺസ് റൂൾ 1858 to 1947, 1858 തൊട്ട് 47 വരെ. ഇത്രയും കാലത്തിനിടയ്ക്ക് അവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861, 1892 ആൻഡ് 1909 ഇങ്ങനെ 3 ആക്ടുകൾ. Then the Minto-Morley reforms 1909 and Montagu-Chelmsford reforms or the Government of India Act 1919 എന്ന ആക്ട്. Then നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യമായി പഠിക്കുന്ന ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ആൻഡ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. ഈ ഒരു രീതിയിൽ ഏകദേശം 8ഓളം ആക്ടുകൾ ഇതിന് ശേഷവും ഇറക്കിയിട്ടുണ്ട്. ഇത്രയും ആക്ടുകൾ 13 ആക്ടുകളാണ് നമുക്കിതിൽ അത്യാവശ്യം കാര്യമായിട്ട് പഠിക്കാൻ. അപ്പൊ നമുക്ക് ഓരോ ആക്ടുകളും നമുക്കൊന്ന് നോക്കാം. നിങ്ങളിപ്പോ ലക്ഷ്മികാന്തോ അത്തരത്തിലുള്ള ഒരു പുസ്തകം എടുത്ത് വായിക്കുകയാണെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അത്ര ഡീറ്റെയിൽസ് നമുക്ക് വേണ്ട, കാരണം ലക്ഷ്മികാന്ത് വായിച്ച് തീരാൻ തന്നെ 1 മാസത്തിൽ കൂടുതൽ എടുക്കും. ആ ഒരു ടൈം നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ, അത്രയും ടൈം എടുത്ത് നമുക്കിത് പഠിക്കാൻ പറ്റില്ല. സോ ദ ഫസ്റ്റ് ആക്ട് ഈസ് ആക്ച്വലി ലൈക്ക് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ,
The post of governor was made as a governor general of Bengal. അതായത് ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ള പോസ്റ്റ് എടുത്തു മാറ്റി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നു. എന്നിട്ട് വാരൻ ഹേസ്റ്റിങ്സിനെ ഫസ്റ്റ് ഗവർണർ ജനറൽ ആയിട്ട് കൊണ്ടുവരുന്നു. എങ്ങനെയാണ്? The post of the governor was made as a governor general of Bengal, and Warren Hastings was made as a first governor general. വാറൻ ഹേസ്റ്റിങ്സിനെ ഫസ്റ്റ് ഗവർണർ ജനറൽ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ്? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ്? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? ഫസ്റ്റ് വൈസ്രോയി ആരാണ് എന്ന് ചോദിക്കാം. അത് പഠിക്കാനുള്ള എളുപ്പം പറഞ്ഞറിയാം. ആദ്യം ബംഗാളാണ്, പിന്നെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്, പിന്നെയാണ് വൈസ്രോയ്. അപ്പൊ ഇങ്ങനെ പഠിക്കുക. ഹി ഹേസ്റ്റ്ലി ബെൻഡ് ദ ക്യാൻ എന്ന് പഠിക്കുക. ഹി ഹേസ്റ്റ്ലി ബെൻഡ് ദ ക്യാൻ. അതായത് എന്താണ്? ദ ഫസ്റ്റ് വൺ ഈസ് ഹേസ്റ്റിങ്സ്, ദ സെക്കൻഡ് വൺ ബെൻഡ്ലി, ആൻഡ് ദ തേർഡ് വൺ ഈസ് ക്യാനിങ്. അപ്പൊ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാറൻ ഹേസ്റ്റിങ്സ്. അപ്പൊ ഹേസ്റ്റ്ലി ബെൻഡ് ദ ക്യാൻ. അപ്പൊ ബെൻഡ് എന്താണ്? ബെൻഡിങ്. ഓക്കെ, വില്യം ബെൻഡിങ് ആണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ആൻഡ് ദ തേർഡ് വൺ ബെൻഡ് ദ ക്യാൻ. അവൻ ഒരു ക്യാൻ എടുത്ത് അവൻ വളരെ പെട്ടെന്ന് അതങ്ങ് ഞെക്കി എന്ന് പഠിച്ചാൽ മതി. അപ്പൊ ലാസ്റ്റ് വൺ ഈസ് ക്യാനിങ്, ഫസ്റ്റ് വൈസ്രോയ് ലോർഡ് ക്യാനിങ്. സോ ആ ഒരു രീതിയിൽ പഠിച്ചാൽ മതി. സോ അങ്ങനെ ഇവിടെ ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നു. എന്നിട്ട് വാറൻ ഹേസ്റ്റിങ്സിനെ ഫസ്റ്റ് ഗവർണർ ജനറൽ എന്നുള്ള രീതിയിലേക്ക് മാറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാകേണ്ടത്, ഇയാളെ ഈ ഗവർണർ ജനറൽ എന്നാക്കിയോണ്ട് എന്താ അത്ര വലിയ കാര്യം? ഒരു പേര് മാറ്റിയിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ സ്ഥിരം നടക്കണ പോലെ ചില സ്ഥലങ്ങളുടെ പേര് മാറ്റുന്ന പോലെ ഒരു വ്യത്യാസം മാത്രമാണോ? അല്ല. വ്യത്യാസം എന്താ? കേൾക്കുന്നില്ല. സർ ഓഡിബിൾ അല്ല. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഹലോ, ഷാഹുൽ ഹമീദ് ആരാണ്? ഷാഹുലെ, നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ നീ എന്നെ മ്യൂട്ട് ചെയ്താല് അത് എങ്ങനെയാണ്ടോ നമുക്ക് പറയാൻ പറ്റുക? അതൊരു ശരിയായ കാര്യമല്ലോ ഷാഹുലെ. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നില്ലേ? ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇപ്പൊ കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. എടോ, മറ്റാരെങ്കിലും എന്നെ മ്യൂട്ട് ചെയ്യുന്നുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കണേ. കാര്യം എന്താ വെച്ചാൽ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്ക്രീൻ കാണില്ല, അതുകൊണ്ടാണ്. ഞാൻ എവിടെ വരെ പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നു? ആ കോഡ് വരെ കേട്ടു സാറേ. ഗവർണർ യെസ്. എന്താ അതിന്റെ റീസൺ എന്നുള്ളത്, പൊസിഷൻ മാറിയപ്പോ എന്താ മാറ്റം വന്നെന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ. അപ്പൊ അതായിരുന്നു നമ്മളുടെ ബോംബെയിലെ ഗവർണർ ആയിക്കോട്ടെ, മദ്രാസിലെ ഗവർണർ ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും, ഓക്കെ, ബോംബെ ഗവർണർ ആസ് വെൽ ആസ് മദ്രാസ് ഗവർണർ, ഇവർ രണ്ടുപേരും എന്തു പറ്റി? നമ്മളുടെ ഈ പറയുന്ന ബംഗാളിലെ ഗവർണർ ജനറലിന് സബോർഡിനേറ്റ് ആയി എന്നുള്ളതാണ് കാര്യം. അങ്ങനെ സബോർഡിനേറ്റ് ആയപ്പോഴെന്ത് പറ്റി? ഈ പറയുന്ന പോലെ നമ്മുടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ കീഴിൽ 4 മെമ്പേഴ്സിനെ കൂടി എന്ത് ചെയ്തു? അവർ കൗൺസിലിലേക്ക് കൊണ്ടുവന്നു. അതായത് ഈ ഗവർണർ ഓഫ് ബംഗാളിനെ നമ്മൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കുന്നു. ബോംബെയിലെ ഗവർണറിനെയും മദ്രാസിലെ ഗവർണറിനെയും ഇദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? സബോർഡിനേറ്റ് ആക്കുന്നു. സബോർഡിനേറ്റ് ആക്കിയതിനു ശേഷം അദ്ദേഹത്തിന് താഴെ ഒരു 4 മെമ്പർ കൗൺസിൽ കൊണ്ടുവരുന്നു. ദെൻ they established a Supreme Court at Calcutta. എന്ത് ചെയ്യുന്നു? സുപ്രീം കോർട്ട് at കൽക്കത്തയിൽ ഒരു സുപ്രീം കോർട്ട് കൊണ്ടുവരുന്നു. This name is important. സർ ഏലിയ സിംഫെ എന്നുള്ള രീതിയിൽ
ആദ്യത്തെ സുപ്രീം കോർട്ട് ഓഫ് കൽക്കത്തയിലെ ഒരു ജസ്റ്റിസിനെ കൊണ്ടുവരുന്നു. ഒരു 3 അതർ ജഡ്ജസ്, അതിന്റെ കൂട്ടത്തിൽ ഒരു 3 അതർ ജഡ്ജസ് കൂടി കൊണ്ടുവരും. അതായത് ഒരു ചീഫ് ജസ്റ്റിസും 3 അതർ ജഡ്ജസും, ഒരു ചീഫ് ജസ്റ്റിസും 3 അതർ ജഡ്ജസും കൂടി വരുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യം. അങ്ങനെ ഏലിയ സിംഫെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരുന്നു. പിന്നീട് എന്ത് വരുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വരുന്നു. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വന്നിട്ട് അവിടെ ആര് വരുന്നു? ഓക്കെ, ഈ പറയുന്നത് പോലെ വാറൻ ഹേസ്റ്റിങ്സ് വരുന്നു. അദ്ദേഹത്തിന് താഴെ ഒരു 4 മെമ്പേഴ്സ് ഉള്ള ഒരു ബോർഡ് വരുന്നു. ഒരു 4 മെമ്പേഴ്സ് ഉള്ള 4 മെമ്പർ കൗൺസിൽ വരുന്നു. ദെൻ ബോംബെയിലെ ഗവർണർ ആയിക്കോട്ടെ, മദ്രാസിലെ ഗവർണർ ആയിക്കോട്ടെ, അതിവർ സബോർഡിനേറ്റ് ആകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ആക്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ആക്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. സോ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ആക്ട് ഉണ്ട്. വല്ലപ്പോഴും മാത്രമേ PSC ചോദിച്ച് കണ്ടിട്ടുള്ളൂ. വളരെ അപൂർവമാണ്. UPSC സ്ഥിരം ചോദിക്കുന്ന ഒരു സാധനമാണ്. ആക്ട് ഓഫ് സെറ്റിൽമെന്റ് 1781 എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. ഈ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് 1781 എന്ന് പറയുന്നത് ഒരിക്കലും പിറ്റ്സ് ഇന്ത്യ ആക്ട് അല്ല. പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ ഇയർ 1784 ആണ്, 1784 ആണ്. എന്നാൽ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് 1781 ആണ്. 1781 ആണ് ആക്ട് ഓഫ് സെറ്റിൽമെന്റ്. എന്താണ് ഈ ആക്ട് ഓഫ് സെറ്റിൽമെന്റ്? ഒന്നുമില്ല, നമ്മൾ ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി ഒരു ആക്ട് ഇറക്കിയതാണ് 1773 ആക്ട്. ഓക്കെ, 1773 ആക്ട്. അപ്പൊ അതിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതിനെ ഒന്ന് അമൻഡ് ചെയ്യാനായിട്ട്, അതായത് പ്രശ്നങ്ങൾ മാറ്റി എന്ത് ചെയ്യുന്നു, ഒന്ന് ചെറുതായിട്ടൊന്ന് അമൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ ഒരു ആക്ടാണ് ഈ പറയുന്ന രീതിയിൽ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല. അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ലാത്ത രീതിയിലുള്ള 1, 2, 3 ഫാക്ടേഴ്സ് ഉണ്ട്. നോട്ട് ഇമ്പോർട്ടന്റ് ഇൻ ആക്ച്വലി PSC പെർസ്പെക്റ്റീവ്. അതുകൊണ്ട് അത് വിടുക. അങ്ങനെ ഒരു ആക്ട് ഉണ്ട് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആക്ട് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് 1781. ഇനി കഷ്ടകാലത്തിന് PSC ചോദിക്കുകയാണ്, വിച്ച് ആക്ട് അമൻഡഡ് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773? ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 അമൻഡ് ചെയ്ത ആക്ട് ഏതാണ് എന്ന് വരികയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് എഴുതിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ദ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് 1781, 1781 ആക്ട് ഓഫ് സെറ്റിൽമെന്റ് ആണ് ഈ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 അമൻഡ് ചെയ്തു. അത്രയേ ഉള്ളൂ കാര്യം. The next one is actually പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784, 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഇത് പിറ്റ്സ് എന്ന പേര് വരാൻ, കുഴി എന്ന പേര് വരാൻ ഒരു ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു, വില്യം പിറ്റ്. ഓക്കെ, നിങ്ങൾ വില്യം തറാന്ന് പഠിച്ചാൽ മതി, വില്യം പിറ്റ്. ഓക്കെ, സോ അത്തരത്തില് ആ ഒരു വില്യം പിറ്റ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. 1784 എന്ന് പറയുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഓക്കെ, വില്യം പിറ്റ് കൊണ്ടുവന്നാണ്. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടല്ലോടെ, ആ ഒരു കമ്പനി ആ ഒരു സമയത്തായപ്പോഴത്തേക്കും നമ്മളെ പല സ്റ്റേറ്റുകളിലും ഉള്ള പോലെ അങ്ങ് കറപ്ഷന്റെ അങ്ങേയറ്റമായി. ഇതിനകത്തുള്ള ഓഫീസേഴ്സ് എല്ലാം കറപ്ഷൻ നടത്തുന്നു, ബ്രൈബ് ചെയ്യുന്നു, അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ യവന്മാരെല്ലാം എന്ത് ചെയ്യുന്നു, ലോക തരികിടയാവുന്നു. അങ്ങനെ ലോക തരികിടയായപ്പോ ഈ പറയുന്ന രീതിയിൽ ഈ കമ്പനിയുടെ പൊസഷൻസിനെ ആദ്യമായി ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന് ആര് വിളിക്കുന്നു? ഈ പറയുന്ന ബ്രിട്ടനിലെ പാർലമെന്റ് വിളിക്കുന്നു. അപ്പൊ ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റൻ ആണ്, ഇൻ വിച്ച് ആക്ട് ദ കമ്പനീസ് പൊസഷൻ വെയർ കോൾഡ് ആസ് ദ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ? അപ്പൊ പഠിക്കാൻ എളുപ്പം പറഞ്ഞുതരാം. നമ്മൾ ആകെ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരെ ഈ പറയുന്ന പ്രൈം മിനിസ്റ്ററിനെ പറ്റി പഠിക്കുന്ന ഒരേ ഒരു ആക്ടേ ഉള്ളൂ. അപ്പൊ അതങ്ങ് ഓർത്താൽ മതി. അതായത് ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർ തന്നെ വന്നിട്ടാണ് പറഞ്ഞേ നിങ്ങളുടെ സ്ഥലമല്ല നമ്മുടെയാണെന്ന് പറഞ്ഞത്. അതായത് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കഷ്ടപ്പെട്ട് വെട്ടിയും കൊലപാതകം ചെയ്തും കുത്തിയും ഉണ്ടാക്കിയെടുത്ത ഇത് മുഴുവൻ എന്ത് ചെയ്തു, ഒരൊറ്റ ദിവസം വന്നിട്ട് വില്യം പിറ്റ് പറഞ്ഞു ഇതെല്ലാം ആരുടെയാണ്, ഇതെല്ലാം കമ്പനിയുടെ അല്ല, ഇതെല്ലാം ആരുടെയാണ്, ബ്രിട്ടീഷ് പാർലമെന്റിന്റെയാണ്, ബ്രിട്ടീഷിന്റെയാണ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കംപ്ലീറ്റ് മോയെന്നാക്കി. ഓക്കെ, സോ അങ്ങനെ ആക്കിയ ആക്ട് ആണ് ദ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. ആ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 പറയുന്നത് ദ കമ്പനീസ് പൊസഷൻ വെയർ ദ ഫസ്റ്റ് ടൈം കോൾഡ് ആസ് ദ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ. ദ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആക്ടിവിറ്റീസിനെ എല്ലാം ആക്ച്വലി കൊമേഴ്സ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് തിരിച്ചു. എങ്ങനെ തിരിച്ചു? ഓക്കെ, ഒന്ന് കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് എന്നും ഒന്ന് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസും എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് തിരിച്ചു. എന്നിട്ട് കൊമേഴ്സ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റി, അതായത് ട്രേഡിങ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ടാക്സേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ കീഴിൽ കൊണ്ടുവന്നു. ആൻഡ് ഇമ്പോർട്ടന്റ്, ഒരു പുതിയ ഒരു ബോർഡ് ഓഫ് കൺട്രോൾ വാസ് ആക്ച്വലി മെയ്ഡ് ഓർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു മാനേജ് ദ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഇൻ ഇന്ത്യ.
ഇന്ത്യയിലെ പൊളിറ്റിക്കൽ അഫയേഴ്സ് മാനേജ് ചെയ്യാനായിട്ട് ബോർഡ് ഓഫ് കൺട്രോൾ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം കൊണ്ടുവരും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിടാം, അല്ലെങ്കിൽ PSC ഇങ്ങനെ തിരിച്ചിടാം. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് മാനേജ് ദ പൊളിറ്റിക്കൽ അഫയേഴ്സ് ആൻഡ് ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അല്ല ദ ബോർഡ് ഓഫ് കൺട്രോൾ മാനേജ് ദ കൊമേഴ്സ്യൽ അഫയേഴ്സ്. തിരിച്ചും മറിച്ചുവിടാം. അപ്പൊ പഠിക്കാൻ എളുപ്പമൊഴി വരട്ടെ. സാധാരണ ഒരു രാജ്യത്തിന്റെ കൺട്രോൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൺട്രോൾ ആരുടെ കയ്യിലാണ്? ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ കയ്യിലാണ്. അപ്പൊ പൊളിറ്റിക്കലിന്റെ കയ്യിലാണ് കൺട്രോൾ. ഓക്കെ, കൊമേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കാനായിട്ടല്ലേ നമുക്ക് എപ്പോഴും ഒരു കമ്പനിയിൽ ഡയറക്ടർ ബോർഡ് ഉണ്ടാവുക? ഒരു കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കമ്പനിയിലല്ലേ ഡയറക്ടർ ബോർഡ് ഉണ്ടാവുക? അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എപ്പോഴും കൊമേഴ്സ്യൽ അഫയേഴ്സും ബോർഡ് ഓഫ് കൺട്രോൾ അതായത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ് എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാനായിട്ട് കൺട്രോൾ, ബോർഡ് ഓഫ് കൺട്രോൾ. അങ്ങനെ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന പുതിയ ഒരു ടീമിനെ എന്ത് ചെയ്യുന്നു? യവന്മാരുണ്ടാക്കുന്നു. അതുപോലെ തന്നെ ആക്ച്വലി എന്ത് ചെയ്യുന്നു എന്ന് അറിയാവോ? ഈ പറയുന്ന പോലെ ഈ ഒരു പൊളിറ്റിക്കൽ വിങ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് കൺട്രോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു 6 കൺട്രോൾ ബോർഡുകൾ വഴി, ഒരു കൺട്രോൾ ബോർഡല്ല 6 കൺട്രോൾ ബോർഡുകൾ വഴി മിലിറ്ററി, റവന്യൂ, ഫോറിൻ അഫയേഴ്സ്, സോ ആ ഒരു രീതിയിൽ 6 കൺട്രോൾ ബോർഡുകൾ ഉണ്ടായിരുന്നു. 6 കൺട്രോൾ ബോർഡുകൾ വഴി യവന്മാർ എന്ത് ചെയ്യുന്നറിയാവോ? നമ്മളുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഒരു പവറിനെ വളരെയധികം കുറച്ച് കൊണ്ടുവന്നു. സോ അത്തരത്തിലുള്ള ഒരു ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. അതിനുശേഷം വരുന്ന ഒരു ചെറിയൊരു ആക്ട് ഉണ്ട്, ചാർട്ടർ ആക്ട് ഓഫ് 1793. അത് വലിയ കാര്യമൊന്നുമില്ല. 1793 ആകെ എന്താ വെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പറയുന്ന രീതിയിൽ ഒരു 20 വർഷത്തേക്ക് കൂടി ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒരു എഗ്രിമെന്റ് റിന്യൂ ചെയ്തു എന്നേ ഉള്ളൂ. അത് പഠിക്കണ്ട. ചാർട്ടർ ആക്ട് ഓഫ് 1793 1793 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു എഗ്രിമെന്റ് വഴി ഒരു 20 വർഷത്തേക്ക് കൂടി അവർക്ക് എന്ത് ചെയ്തു? ഈ പറയുന്ന രീതിയിൽ ഇന്ത്യയുമായിട്ടുള്ള കാര്യങ്ങളൊന്ന് റിന്യൂ ചെയ്തു എന്നേ ഉള്ളൂ. അത് വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. ആകെ അറിയേണ്ടത് ഈ ചാർട്ടർ ആക്ടുകൾ എത്ര വർഷം കൂടുമ്പോഴാണ് വരുന്നത്? ചാർട്ടർ ആക്ടുകൾ 20 വർഷം കൂടുമ്പോഴാണ് വരുന്നത്. ചാർട്ടർ ആക്ടുകൾ എത്ര വർഷം കൂടുമ്പോഴാ? 20 വർഷം കൂടുമ്പോഴാണ് വരിക. അപ്പൊ 1793 കഴിഞ്ഞ അടുത്ത ചാർട്ടർ ആക്ട് എപ്പോൾ വരും? 1813 കഴിഞ്ഞ അടുത്ത ചാർട്ടർ ആക്ട് എപ്പോൾ വരും? 1833. ആ ഒരു രീതിയിൽ ഓർത്താൽ മതി. സോ ഈ പറയുന്ന രീതിയിൽ ചാർട്ടർ ആക്ട് പിന്നെ വന്നത് 53-ൽ. സോ ചാർട്ടർ ആക്ടുകൾ വരുന്നത് എല്ലാ 20 വർഷം കൂടുമ്പോഴാണെന്ന് ഓർത്താൽ മതി. അങ്ങനെ 1793 ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ എഗ്രിമെന്റ് ഒന്ന് റിന്യൂ ചെയ്യുന്നു. വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ചാർട്ടർ ആക്ട് ഓഫ് 1813 is actually very important. It ended the company's monopoly of trade in India. Okay, the monopoly of trade in India. അതായത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഒരു ഫർമാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ക്വീൻ എലിസബത്ത് I കയ്യിൽ നിന്ന് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള രീതിയിലുള്ള ട്രേഡിംഗ് റൈറ്റ്സ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മേടിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ആ ഒരു സാധനം അവരുടെ കയ്യിൽ നിന്ന് പോയടോ. അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു സാധനം എടുത്തു കളഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന രീതിയിൽ അവരെ ജസ്റ്റ് ഒരു ട്രേഡിംഗ് വിങ് പോലെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാത്രമായിട്ട് മാറ്റി. അതായത് അവരുടെ ഈ പറയുന്ന രീതിയിലുള്ള മൊനോപ്പൊലി എടുത്തു കളഞ്ഞു. അപ്പൊ എന്താ കാര്യം എന്നൊന്ന് ആലോചിച്ച് നോക്കണം. അവിടെ 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത്. നിങ്ങളിപ്പോ വിചാരിക്കുക ഈ പറയുന്ന പോലെ മില്ലേനിയൽ അല്ലാതെ ഈ ജെൻ സിയിലുള്ള ഒരു 20 പേര് അല്ലെ, അത്തരത്തിലുള്ള ഒരു 20 ഉണ്ട്, ഒരു 10 എണ്ണം, ഒരു 10 കണ്ണാപ്പി കുഞ്ഞുങ്ങളാണ് ഈ പറയുന്ന പോലെ എന്ത് തുടങ്ങിയെന്ന് വിചാരിക്കുക? ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയെന്ന് വിചാരിക്കുക. അവർ 1600-ൽ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ കൊള്ളയടിച്ച് അവന്മാരെ പെട്ടെന്ന് അങ്ങ് എന്ത് ചെയ്തു? അങ്ങ് ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു? അങ്ങ് കാശുകാരന്മാരായി, അങ്ങ് പുതുപ്പണക്കാരായി. അവന്മാരെ പൈസ മുഴുവൻ ബ്രിട്ടനിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? കുന്തളിക്കാൻ തുടങ്ങി. അപ്പൊ ബ്രിട്ടനിൽ നേരത്തെ ആരുണ്ടായിരുന്നു? ഈ പറയുന്ന കുടുംബപരമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അപ്പനപ്പൂപ്പന്മാരായിട്ട് പണക്കാരായിട്ടുണ്ടായിരുന്ന കുറെ പ്രഭുക്കന്മാരുണ്ടായിരുന്നു, കുറെ നൈറ്റ്സ് ഉണ്ടായിരുന്നു. അവർക്ക് പറ്റുമോ? അവർക്ക് പറ്റൂല. കാര്യം കണ്ണാപ്പി ടീംസ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു? ബെന്ലി മേടിക്കുന്നു, ലംബോർഗിനി മേടിക്കുന്നു, അവിടെ കിടന്ന് വട്ടം കറക്കണം. അവന്മാരുടെ കയ്യിലുള്ളതിനേക്കാളും കൂടുതൽ പൈസ, അതായത് അവിടുത്തെ ഈ കിളവന്മാരുടെ കയ്യിലുള്ളതിനേക്കാളും കൂടുതൽ പൈസ ആരുടെ കയ്യിലുണ്ടായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ കിളവന്മാർക്ക് സഹിക്കുവോ? ഇല്ല. അവന്മാരെന്ത് ചെയ്തു? അവർ ഈ പറയുന്ന നമ്മളുടെ ബ്രിട്ടനിലെ ഈ പറയുന്ന ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് പറയുന്ന നമ്മളുടെ പ്രമുഖന്മാര് മാത്രം ഇരിക്കുന്ന 2ാമത്തെ സഭയിൽ, നമ്മുടെ രാജ്യസഭയ്ക്ക് തുല്യമായ സഭയിൽ പോകുന്നു. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് പാർലമെന്റിന് പുറത്ത് പ്രഷറൈസ് ചെയ്യുന്നു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റ് 1813-ൽ എന്ത് ചെയ്യുന്നു? ഇറ്റ് എൻഡഡ് ദ മൊനോപ്പൊലി ഓഫ് ട്രേഡ് ഇൻ ഇന്ത്യ.
അതായത് ഇനി ബ്രിട്ടനിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇന്ത്യയിൽ വന്ന് കച്ചവടം നടത്താം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമല്ല, അവിടെ നേരത്തെ ഉള്ളായിരുന്ന പ്രഭുക്കന്മാർക്കും പറ്റും. സോ ആ ഒരു രീതിയിൽ ഇറ്റ് എൻഡഡ് ദ മൊണോപ്പൊളി ഓഫ് ട്രേഡിംഗ് റൈറ്റ്സ് ഓഫ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് അലൗഡ് അതർ കമ്പനീസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ഇന്ത്യ. അങ്ങനെ ബാക്കിയുള്ള കമ്പനീസും ഇവിടെ വരാൻ തുടങ്ങി. ഓക്കെ, ക്ലിയർ. പക്ഷേ ഇവിടെയും ഈ പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രണ്ട് കാര്യങ്ങൾ അവര് നിലനിർത്തി. ഒന്ന്, ട്രേഡ് വിത്ത് ചൈന ആൻഡ് ട്രേഡ് ഇൻ ടീ. ചായപ്പൊടി, ട്രേഡ് ഇൻ ടീ. അതായത് അപ്പോഴും ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് രണ്ട് കാര്യത്തിൽ മൊണോപ്പൊളി കൊടുത്തു. ട്രേഡ് വിത്ത് ചൈന, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചൈനയെ അല്ലെങ്കിൽ ടിബറ്റുമായിട്ടുള്ള ആ ഒരു ട്രേഡിന്റെ മൊണോപ്പൊളി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തന്നെ കൊടുത്തു. അതുപോലെ തന്നെ ട്രേഡ് ഇൻ ടീ, ചായപ്പൊടിയുടെ പുറത്തുണ്ടായിരുന്ന കാര്യങ്ങളും എന്ത് ചെയ്തു, അതുപോലെ തന്നെ നിലനിർത്തി. ഇനി PSC ചോദിക്കുന്ന ചോദ്യം, ഓക്കെ, ദ ചാർട്ടർ ആക്ട് ഓഫ് 1813 പെർമിറ്റഡ് ക്രിസ്ത്യൻ മിഷനറീസ് ടു പ്രൊപ്പഗേറ്റ് ക്രിസ്ത്യാനിറ്റി. അതായത് കേരളത്തിൽ നമ്മളിപ്പോ കാണുന്ന രീതിയിലുണ്ടല്ലോ, ഈ ഒരു കാണുന്ന രീതിയിൽ ക്രിസ്ത്യൻ മിഷനറീസിനെല്ലാം ഒരു പ്രശ്നവും ഇല്ലാതെ ഇന്ത്യയിലേക്ക് വരാൻ പറ്റിയത് ചാർട്ടർ ആക്ട് ഓഫ് 1813 ശേഷമാണ്. അങ്ങനെ ചാർട്ടർ ആക്ട് ഓഫ് 1813 ക്രിസ്ത്യൻ മിഷനറീസില് ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം എന്ത് ചെയ്തു, ഈ പറയുന്ന രീതിയിൽ 1813 കൊടുത്തു എന്നുള്ളതാണ് കാര്യം. ഇനി നമ്മുടെ PSCയുടെ ബുള്ളറ്റിനിൽ വന്നൊരു കാര്യമാണ്, പക്ഷെ അത് നിങ്ങൾ പഠിക്കണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതെന്തുകൊണ്ടാണെന്നുള്ളത് പുറയുള്ള ആക്ട് വരുമ്പോൾ ഞാൻ പറയാം. എങ്കിൽ പോലും PSCയുടെ ബുള്ളറ്റിനിൽ കണ്ട ഒരു കാര്യമാണ്, ഇന്ത്യൻസ് വെയർ അലൗഡ് ഇൻ ടു ദ സർവീസ് ഓഫ് ദ കമ്പനി ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് ഇന്ത്യ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ കമ്പനിയുടെ സർവീസിനകത്തേക്ക് ഇന്ത്യൻസിനെ ഫസ്റ്റില് ആഡ് ചെയ്തത് ചാർട്ടർ ആക്ട് ഓഫ് 1813 ആണ് എന്നുള്ള രീതിയിൽ PSCയുടെ ബുള്ളറ്റിനിൽ വന്നിരുന്നു. പക്ഷെ ഇത് പഠിക്കണ്ടോ, കാര്യം ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഓക്കെ എപ്പോഴാണ് സിവിൽ സർവീസിലേക്ക് ആൾ വന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷെ BSc ബുള്ളറ്റിൻ വന്നതുകൊണ്ട് മാത്രം പറയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഇന്ത്യൻസ് വെയർ അലൗഡ് ഇൻ ദ സർവീസ് ഓഫ് ദ കമ്പനി, അതായത് കമ്പനിയുടെ സർവീസിലേക്ക് ഇന്ത്യൻസിനെ ആദ്യമായി അലോ ചെയ്തതും ചാർട്ടർ ആക്ട് ഓഫ് 1813 ആണ് എന്നൊരു വേർഡ് ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾ ബാക്കിയുള്ള രീതിയിൽ നമ്മളുടെ സത്യേന്ദ്ര ടാഗോറിനെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ അടിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറുതായിട്ടൊരു ഹൈഫനിൽ വല്ലതും ഒന്ന് എഴുതിയിട്ട് വെച്ചാൽ മതി. അതായത് ഇന്ത്യൻസിനെ ഈ കമ്പനിയുടെ സർവീസിലേക്ക് അലോ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമിൽ അലോ ചെയ്തിട്ടുള്ള ചാർട്ടർ ആക്ട് ഓഫ് 1813 ആയിരുന്നു എന്ന് മാത്രം ഒന്ന് കുറിച്ചിടുക. ഇമ്പോർട്ടന്റ് ആക്കണ്ട. ഓക്കെ, എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു സാധനം ഉള്ളത് കൊണ്ട് മാത്രം പറഞ്ഞു. അതിനുശേഷം വന്ന ആക്ട് ആണ് ദ ചാർട്ടർ ആക്ട് ഓഫ് 1833. ദ ചാർട്ടർ ആക്ട് ഓഫ് 1833. പിന്നീട് വന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1833. ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കുന്നു. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാസ് മെയ്ഡ് ആസ് എ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ നീ സൂപ്പർ സ്റ്റാർ അല്ലടാ, നീ മെഗാ സ്റ്റാർ ആടാ എന്ന് പറഞ്ഞു. സോ ആ ഒരു രീതിയിൽ ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാസ് മെയ്ഡ് ആസ് എ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അങ്ങനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി. അപ്പൊ ആരായിരുന്നു ഈ പറയുന്ന രീതിയിൽ ഗവർണർ ജനറൽ, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ? ഹേസ്റ്റലി ബെൻഡ് ദ ക്യാൻ. സോ ബെൻഡിക് ആയിരുന്നു ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. എന്നിട്ട് ഈ മദ്രാസിനെയും ഈ പറയുന്ന രീതിയിൽ ബോംബെ പ്രസിഡൻസീസിനും അവരുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എല്ലാം എടുത്തു മാറ്റി കംപ്ലീറ്റ്ലി കൽക്കത്തയുടെ കീഴിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ ദാറ്റ് കംപ്ലീറ്റ്ലി എൻഡഡ് ദ കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ദ കമ്പനി ആൻഡ് ദ കമ്പനി എക്സിസ്റ്റഡ് ബട്ട് ഇറ്റ് ബിക്കം ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ പൊളിറ്റിക്കൽ അസോസിയേഷൻ. അതായത് കമ്പനി എന്ത് ചെയ്തു, വളരെയധികം നാശകോശമാക്കി, കമ്പനി ഒന്നുമില്ലാത്ത രീതിയിലേക്ക് ആക്കി തീർത്തു എന്നുള്ളതാണ് കാര്യം. അതായിരുന്നു ചാർട്ടർ ആക്ട് ഓഫ് 1833. പക്ഷേ നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യം, സതി വാസ് അബോളിഷ്ഡ് ഇൻ 1829 ആൻഡ് ഇറ്റ് വാസ് റാറ്റിഫൈഡ് ഇൻ ദ ചാർട്ടർ ആക്ട്. അതായത് ഇന്ത്യയിലെ സതി അബോളിഷ് ചെയ്യുന്നത് 1829. സതി അബോളിഷ് ചെയ്യുന്നത് എന്നാണ്? 1829, 1829. ആ സതിയെ അബോളിഷ് ചെയ്തത്, റാറ്റിഫൈ ചെയ്തത് ചാർട്ടർ ആക്ട് ഓഫ് 1833 1833 ചാർട്ടർ ആക്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിൽ അതിനെ റാറ്റിഫൈ ചെയ്തത്. ഇനി രണ്ടാമത്തെ കാര്യം, ഫസ്റ്റ് ലോ കമ്മീഷൻ ലോർഡ് മക്കാലയുടെ കീഴിൽ ഒരു ലോ കമ്മീഷൻ കൊണ്ടുവരുന്നതും ചാർട്ടർ ആക്ട് ഓഫ് 1833 1833 ലോ കമ്മീഷൻ. മക്കാലെ നമ്മൾ ഇനി ഇച്ചിരി അങ്ങോട്ട് പോകുമ്പോൾ മക്കാലെ മിനിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനിത് പറയാനുള്ള കാര്യം, അന്ന് മെക്കാലെ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, മെക്കാലെ കമ്മിറ്റി എന്നാണ് 1834 1834 ലോർഡ് മെക്കാലയുടെ കീഴില് 1834. ഹലോ സാർ, ഞാനൊരു 5 minutes ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. പറഞ്ഞോളൂ.
നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് സ്റ്റുഡൻസിന് പറയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഞാൻ ഈ ഒറ്റ പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ Okay. ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ, ശരി. ഓക്കെ, ജസ്റ്റ് സെക്കൻഡ്. അതായത് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാം. ഈ പറയുന്ന പോലെ ലൈക്ക് നമ്മളുടെ മെക്കാലെ മിനിറ്റ്സ് എന്ന് പറയുന്നത് 1834 ലോർഡ് മെക്കാലെയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, എന്താണ് ഇമ്പോർട്ടന്റ്? അന്നുണ്ടായിരുന്ന ഈ മെക്കാലെ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് നമ്മളുടെ ഇന്ത്യൻ പീനൽ കോഡ് 1860 അല്ലെങ്കിൽ നമ്മളുടെ CRPC ഇപ്പൊ എടുത്തു മാറ്റിയില്ലേ, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സംഹിത എന്ന് വന്നില്ലേ. അങ്ങനെ ഇന്ത്യൻ പീനൽ കോഡ് 1860, CPC എന്തായിരുന്നു? CPC 1859 ആണ്. ഐ എം നോട്ട് സോ ഷുവർ, ഒന്ന് നോക്കണം. CPC സിവിൽ പ്രൊസീജിയർ കോഡ് 1859 ആൻഡ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1869. ഇത് മൂന്നും വരുന്നത് മെക്കാലെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. ഈ 3 ആക്ടുകളും അപ്പൊ മെക്കാലെ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് CPC, IPC, CRPC ഇത് 3 നിലവിൽ വരുന്നത് എന്നുള്ള രീതിയിലേക്ക് പറയാം. ഇത്രയാണ് ചാർട്ടർ ആക്ട് ഓഫ് 1833.